السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد أما بعد فاتقوا الله عباد الله. മരണപ്പെട്ടവരുടെ കാര്യത്തിൽ അതിര് കവിയുക എന്നത് നിസ്സാരമായ ഒരു വിഷയമല്ല. അള്ളാഹുവിന്റെ റസൂലുമാരെ അമ്പിയാക്കളെ നാം ആദരിക്കണം, ബഹുമാനിക്കണം. അന്തിമ റസൂലായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം ബഹുമാനിക്കുക എന്നത് മാത്രമല്ല, എല്ലാറ്റിനേക്കാളും ഏറെ നമ്മൾ റസൂലിനെ സ്നേഹിക്കണം. സ്വന്തം നഫ്സിനെ സ്നേഹിക്കുന്നതിനേക്കാൾ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ, മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ, അഖില ജനങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നത് വരെ ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അമ്പിയാക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ചര്യകളും അവർ പഠിപ്പിച്ച ആദർശവും അത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളതും ജീവിതത്തിൽ കൊണ്ടുവരിക, അതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കുടുംബങ്ങളെ പടുത്തുയർത്തുക, അത് നാട്ടിൽ പരിചയപ്പെടുത്തുകയും ഇപ്രകാരം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും റബ്ബിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്തിന്റെ യാതൊരു ഇനവും സൃഷ്ടികൾക്ക് നൽകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മക്ബറകൾ, ആ മക്ബറകളുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ഒരുപാട് ആചാരങ്ങൾ, അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിവിടെ വിശദീകരിക്കപ്പെടും. ചുരുക്കം ഞാൻ പറയാം. അതിലൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുകളെ സുജൂദിന്റെ സ്ഥലമാക്കുന്നത് വ്യക്തമായി വിരോധിച്ചിട്ടുണ്ട്. ജുൻദുബ് ബിൻ അബ്ദുല്ലാ അൽ ബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അൻ യമൂത ബിഖംസിൻ. നേരത്തെ ഞാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമടയുന്നതിന് 5 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. യഖൂലു, നബി പറയുകയാണ്, അലാ, അറിഞ്ഞോളൂ, വ ഇന്ന മൻ കാന ഖബലക്കും, തീർച്ചയായും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ചില ജനത, കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ നബിമാരുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന സ്ഥലമായി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പേടി, മുൻകഴിഞ്ഞു പോയ നബിമാരൊക്കെ മരണപ്പെട്ടപ്പോൾ അവർ അനുയായികൾ ആ ഖബറിനെ സുജൂദിന്റെ സ്ഥലമാക്കി. ഇനി ഞാൻ മരിച്ചു പോയാൽ എന്റെ ഖബറിനെ സുജൂദിന്റെ സ്ഥലമാക്കുമോ? അതാണ് പേടി. അലാ, അറിഞ്ഞോളൂ, ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, അതിനാൽ നിങ്ങൾ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളായി സ്വീകരിക്കരുത്. ഫഇന്നി അൻഹാകും അൻ സാലിക്, തീർച്ചയായും ആ കാര്യം ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടവരുടെ കാര്യത്തിൽ അതിര് വിടുന്നതിനെ തടയാൻ പല വഴികളാണ് സ്വീകരിച്ചത്. അതിലൊന്നാമത്തെ വഴിയാണ്, മരണപ്പെട്ടത് ഏത് മഹാനാണെങ്കിലും, എത്ര വലിയവനാണെങ്കിലും, ഏത് ബീവിയാണെങ്കിലും, എത്ര വലിയ ശേഖാണെങ്കിലും ശരി, ഒരിക്കലും അവരുടെ ഖബറുകൾ സുജൂദിന്റെ സ്ഥലമാക്കാൻ പാടില്ല. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാം, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയിൽ നിന്ന് നിവേദനം, അന്നഹു അലൈഹിസ്സലാം ഖാല ഫീ മറളിഹി അല്ലദീ ലം യഖും മിൻഹു, പിന്നീട് നബി എഴുന്നേറ്റിട്ടില്ല, അദ്ദേഹത്തിന്റെ അവസാനത്തെ മരണരോഗത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മരിക്കാൻ നേരത്ത് പറഞ്ഞ മറ്റൊരു വാക്യം, ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ, യഹൂദ ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചു. എന്തിന്റെ പേരിൽ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അംബിയാക്കളുടെ ഖബറുകളെ സുജൂദിന്റെ സ്ഥലമാക്കി. വേറെ ചില റിപ്പോർട്ടിൽ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹീഹിം മസാജിദ, നബിമാരുടെയും സ്വാലിഹികളുടെയും ഖബറുകളെ സുജൂദിന്റെ സ്ഥലമായി സ്വീകരിച്ചു. യുഹസ്സിറു മാ സനഉ, അവർ ചെയ്തു കൂട്ടിയ ആ പ്രവർത്തനത്തെ റസൂൽ താക്കീത് ചെയ്യുകയാണ്. എന്നിട്ട് ആയിഷ ബീവി ഇത്ര കൂടി പറഞ്ഞു, വലൗലാ ദാലിക ലഅബ്റസ ഖബറുഹു അലൈഹിസ്സലാം, അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ റസൂലിന്റെ ഖബർ വെളിപ്പെടുത്തുമായിരുന്നു. ലാകിൻ ഖശിയ അൻ യത്തഖിദ മസ്ജിദ, എന്നാൽ അദ്ദേഹം തന്റെ ഖബറിനെ സുജൂദിന്റെ സ്ഥലമായി സ്വീകരിക്കുമെന്ന് ഭയപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു തെറ്റിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൽപ്പന ശക്തമായി നൽകിയത്. ഒരിക്കലും അമ്പിയാക്കളുടെ ഖബറുകൾ, സ്വാലിഹികളുടെ ഖബറുകൾ സുജൂദിന്റെ സ്ഥലമാക്കാൻ പാടില്ല. അതിന്റെ കാരണം മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അന്നൽ അംബിയാ യുദ്ഫനൂന ഹൈസു യമൂതൂൻ എന്നാണ്. എവിടെയാണോ നബിമാർ മരണമടയുന്നത് അവിടെ തന്നെയാണ് അവരെ മറമാടുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ്. അതുകൊണ്ടാണ് അവിടെ മറമാടിയത്. പക്ഷെ ആ ഖബർ എല്ലാവർക്കും നേരിട്ട് കാണാൻ തക്കവണ്ണം വെളിപ്പെടുത്താതിരുന്നത് എന്തേ?
അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ട കാര്യം നബിയുടെ ഈ താക്കീതിൽ നിന്ന് സ്വഹാബികൾ മനസ്സിലാക്കി. എന്ത്? അതെങ്ങാനും വെളിപ്പെടുത്തിയിട്ട് നബിയുടെ ഖബർ നേരിട്ട് കാണുമ്പം ആരെങ്കിലും അവിടെ സുജൂദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിലോ? എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ധാരാളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ പരിസരത്ത് എത്തിയിട്ടുള്ളവരായിരിക്കും. മദീനയിൽ അവർ പോയിട്ടുണ്ടാകും. പള്ളിയുടെ പിറകിൽ ആയിഷ ബീവിയുടെ വീട് അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആദ്യത്തെ 2 ഖലീഫമാരുടെയും ഖബറിന്റെ അരികിൽ ചെന്നിട്ട് നമ്മൾ സലാം പറയുന്ന രീതി ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ആ ഖബർ എന്താണ്? വെളിപ്പെടുത്തപ്പെടുകയോ അതേപോലെ തന്നെ അവിടെ സുജൂദ് ചെയ്യുന്ന സാഹചര്യം അനുവദിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കൃത്യമായി പാലിക്കപ്പെടുക എന്നതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ അതിന് മുകളിൽ മണ്ണിടുമ്പോൾ ഖബറിൽ നിന്ന് എടുക്കുന്ന മണ്ണുകൾക്കപ്പുറത്ത് പുറമേ നിന്ന് വീണ്ടും മണ്ണ് കൊണ്ടുവന്നിട്ട് അതിനെ ഉയർത്താൻ അനുവദിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്താണ്, അത് കല്ല് വെച്ച് കെട്ടി ഉയർത്താനും അനുവദിച്ചിട്ടില്ല. അതിന്റെ ഹുക്കുമുകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ തൊട്ടു പിറകെ വിശദീകരിക്കാനിരിക്കുന്നുണ്ട്. ഞാൻ ആ അടിസ്ഥാനം മാത്രമേ പറയുന്നുള്ളൂ. അബൂദാവൂദിന്റെ സുനനിൽ ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹാ അൻ തജ്സീസിൽ ഖബ്രി അൻ യുക്തബ അലൈഹി ഔ യുസാദ അലൈഹി. ജാബിർ റളിയല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന് കുമ്മായം ഇടുന്നതും ഖബറിന് മുകളിൽ എഴുതി വെക്കുന്നത്, പേരും മറ്റും എഴുതി വെക്കുന്നതും ഖബറിൽ കൂടുതൽ മണ്ണ് വർദ്ധിപ്പിക്കുന്നത്, ആ ഖബറിനകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുന്ന മണ്ണല്ലാതെ മറ്റു മണ്ണുകൾ അവിടെ വർദ്ധിപ്പിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. ഇതെന്തിനാ വിലക്കിയത്? ഇതൊക്കെ ആ മഹാന്മാരുടെ കാര്യത്തിൽ, അമ്പിയാക്കളുടെ കാര്യത്തിൽ അതിർവിടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ്. അടുത്തതായി മൂന്നാമതായി ഖബറിന്റെ അരികിൽ നിസ്കരിക്കുന്നത് വിലക്കി. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, അബൂ മർസദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്ലിസു അലൽ ഖുബൂർ വലാ തുസല്ലു ഇലൈഹാ. ഖബറിന്റെ മുകളിൽ ഇരിക്കരുത്, ഖബറിലേക്ക് നിസ്കരിക്കരുത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദ് ഉദ്ധരിച്ചു, അബൂ ദാവൂദ് നസായി അവരുടെ സുനനിൽ ഉദ്ധരിച്ചു, അൽ അർളു കുല്ലുഹാ മസ്ജിദുൻ ഇല്ലൽ മഖ്ബറതു വൽ ഹമ്മാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമി മുഴുവൻ മസ്ജിദാണ്, എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം, പക്ഷെ ഖബറിങ്കിൽ പറ്റില്ല. അതേപോലെ തന്നെ ബാത്റൂമിലും പറ്റില്ല, ടോയ്ലറ്റിലും പറ്റുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. അപ്പൊ എന്താണ്? ഖബറിന്റെ നേരെ നിസ്കരിക്കാനും പാടില്ല, ഖബർ അതേപോലെ തന്നെ അതിന് മുകളിൽ എഴുതി വെക്കാൻ പാടില്ല, ഖബറിൽ അതിൽ നിന്ന് വരുന്ന മണ്ണിനപ്പുറത്തേക്ക് കൂടുതൽ മണ്ണിട്ട് ഖബറിനെ ഉയർത്താൻ പാടില്ല. ഇതൊക്കെ വ്യക്തം, ഇതൊക്കെ നബി വിലക്കി. ഇതൊക്കെ ചെയ്തതിന്റെ പേരിലാണ് യഹൂദ ക്രൈസ്തവരെ ശപിച്ചത്. അതുകൊണ്ടാണ് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ. യഹൂദ ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചു. അവർ അവരുടെ നബിമാരുടെയും മഹാന്മാരുടെയും ഖബറുകളെ സുജൂദിന്റെ സ്ഥലങ്ങളായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനന്നൊന്ന് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മഹാനാണെങ്കിലും നബി തന്നെയാണെങ്കിലും ഖബറിന്റെ അരികിൽ ഉത്സവങ്ങൾ, ഈദ്, ഉറൂസ് നടത്തുന്നതിന് ശക്തമായി വിലക്കി. ലാ തജ്അലു ഖബ്രി ഈദാ. എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്, നിങ്ങൾ ഉത്സവമാക്കരുത്. ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാളാണല്ലോ. അപ്പൊ ഖബറിന് എന്ത് ചെയ്യാൻ പാടില്ല? ആവർത്തിച്ച് വരാനുള്ള സ്ഥലമാക്കരുത്. ഇടക്കിടക്ക് സിയാറത്ത് പാടില്ല. നമുക്ക് നമ്മുടെ നാട്ടിലെ ഖബർ നമുക്ക് സിയാറത്ത് ചെയ്യാം. എന്താ, നമ്മുടെ വാപ്പ വല്യപ്പ കുടുംബക്കാരൊക്കെ മറമാടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേകം ഖബർ ഫോക്കസ് ചെയ്തു പോവുക എന്നല്ല, ആ ഖബർസ്ഥാനിൽ പോവുക, എന്നിട്ട് അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാർ, ഖബറാളികൾക്ക് വേണ്ടി നമ്മൾ സലാം പറയുക, നിങ്ങളിലേക്ക് ചെന്നു ചേരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പദങ്ങളിലൂടെ നമ്മൾ ഉരുവിടുക. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തുമ്പോൾ നമ്മൾ സലാം പറഞ്ഞാൽ നബി അത് കേൾക്കും, നമ്മൾ സങ്കടം പറഞ്ഞാൽ നബി അത് കേൾക്കും. എന്നിട്ട് നമ്മുടെ സങ്കടം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ശഫാഅത്ത് ചെയ്ത് നമ്മുടെ സങ്കടങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരുമെന്ന് വിശ്വസിച്ചാലോ അത് അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമ്മൾ നബിയുടെ ഖബറിനെടുത്തിരുന്ന കാര്യങ്ങൾ കേൾക്കുക? പറഞ്ഞാൽ എങ്ങനെ കേൾക്കുക? ഖുർആൻ പറഞ്ഞു, ഇന്നക ലാ തുസ്മിഉൽ മൗത, നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റൂല. അവിടെ നബിമാരെ കേൾപ്പിക്കാൻ പറ്റുമെന്ന് എവിടെയെങ്കിലും പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഇന്നക ലാ തുസ്മിഉ മൻ ഫിൽ ഖുബൂർ എന്നുണ്ട്. ഖബറുകളിലുള്ളവരെ നീ കേൾപ്പിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് ഖുർആനിൽ വന്നിട്ടുണ്ട്. അവിശ്വാസികൾക്ക് തെളിവ് കൊടുത്താൽ ഫലം ചെയ്യുകയില്ല എന്നതിന്റെ ഉപമയാണ് പറഞ്ഞത്.
ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഈ ഉപമ പറയാൻ പറ്റൂലല്ലോ. ഖബറിലുള്ളവർ കേൾക്കാത്തതുകൊണ്ടാണല്ലോ ഉപമ പറയാൻ പറ്റിയത്. മാത്രമല്ല, നമ്മൾ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, സലാം പറഞ്ഞാൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്, യാതൊരു സംശയമില്ല. വെള്ളിയാഴ്ച അത് കൂടുതൽ സുന്നത്തുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഏതെല്ലാം സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമ്മുടെ പേരിൽ പരാമർശിക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ നബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ നമ്മൾ ആ സലാത്ത് ചൊല്ലുമ്പോൾ, സലാം പറയുമ്പോൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആ സലാം എത്തുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീൻ. അല്ലാഹുവിന് സഞ്ചാരികളായ ചില മലക്കുകളുണ്ട്. അല്ലാഹുവിന് സഞ്ചാരികളായ ചില മലക്കുകളുണ്ട്. ആ മലക്കുകളെ അല്ലാഹു എന്തിനാ വെച്ചതെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മൾ ഏത് സദസ്സിൽ നിന്നാണോ അല്ലാഹുവിന്റെ റസൂലിന് നമ്മൾ സലാം പറയുന്നത്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്, ഏത് ഒരു സദസ്സിൽ വെച്ചാണോ നമ്മൾ അത് ചെയ്യുന്നത്, ആ സലാത്തും സലാമും അവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ് മലക്കുകൾ വെച്ചിരിക്കുന്നത്? നമ്മൾ പറയുന്ന സലാം റസൂലിന് എത്തിച്ചു കൊടുക്കാൻ. നേരിട്ട് കേൾക്കെങ്കിൽ പിന്നെ എന്തിനാ എത്തിച്ചു കൊടുക്കാൻ മലക്കുകൾ? മനസ്സിലായെങ്കിൽ നമ്മൾ നബിയുടെ പേരിൽ സലാത്ത് ചെല്ലുന്നു, സലാം പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമ, സലാത്ത് ചൊല്ലി സലാം പറഞ്ഞു. ഈ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തൽ എങ്ങനെ? മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് അത് എത്തിച്ചു കൊടുക്കാൻ. ഏത് സന്ദർഭത്തിലാണോ ഖബറിൽ ഉണർന്നിരിക്കുക, ആ സന്ദർഭത്തിൽ അവരിലേക്ക് എത്തിക്കാൻ. സത്യവിശ്വാസികൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണർന്നിരിക്കും. എന്നാൽ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും കാര്യത്തിൽ ഭിന്നതയുണ്ട്. അവർ ഏത് സമയത്തും ഖബറിൽ ഉണർന്നിരിക്കുന്നവരായിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ പുറത്തു നടക്കുന്ന ഒരു വ്യവഹാരവും അവർ അറിയുകയില്ല. ലോകത്തിന്റെ പേര് തന്നെ ബർസഖ് എന്നാണ്. അവരുടെ മരണത്തിന്റെ പിറകിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഒരു മറയുണ്ട്. മറ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നടക്കുന്ന ഒന്നും അങ്ങോട്ടെത്തൂലെന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എത്താത്തത് കൊണ്ടാണ് ആ മറയായത്. എത്തെങ്കിൽ പിന്നെ മറ പോയില്ലേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഖബറുള്ളവർ അറിയാണെങ്കിൽ പിന്നെന്ത് മറയാണ്? എല്ലാം അവിടെ എത്തുന്നുണ്ടെങ്കിൽ. അപ്പൊ അവിടെ ഒന്നും എത്തുന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, സലാം പറഞ്ഞാൽ അത് നേരിട്ട് എത്തുകയില്ല. അത് എത്താൻ വേണ്ടി കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇമാം തഹ്താവി അദ്ദേഹം അദ്ദുറുൽ മുഖ്താറിന്റെ ഹാശിയയിൽ പറഞ്ഞു, ഇന്നൽ മയ്യിത ലാ യസ്മഉ വലാ യഫ്ഹമു. മരണപ്പെട്ടുപോയ ഒരാളും ദുനിയാവിൽ നിന്നുള്ള ഒന്നും കേൾക്കുകയുമില്ല, ഒന്നും മനസ്സിലാക്കുകയുമില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നബി കേൾക്കും മനസ്സിലാക്കുമെന്ന് കരുതിക്കൂടാ. അങ്ങനെയല്ലാന്ന് ഒരാളും. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോടും കുടുംബാംഗങ്ങളോട് അഖിലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പിന്നെ അൻഖിദു അൻഫുസകും മിനന്നാർ. നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളുടെ നഫ്സുകളെ തടി കാത്തുകൊള്ളണം. ഫാത്തിമ ബിവിയോട് പറഞ്ഞു, അൻഖിദീ നഫ്സകി മിനന്നാർ. നരകത്തിൽ നിന്ന് നിന്റെ തടി കാത്തുരക്ഷിക്കണം. ആരുടെ പറഞ്ഞറിയോ? ലോകത്തെ ഏറ്റവും വലിയ തങ്ങൾ ഏറ്റവും വലിയ ബീവിയോട് പറയാ, നിന്റെ തടി നരകത്ത് നീ കാത്തോളണം, വാപ്പ കാക്കുന്നു വെച്ച് കാത്തിരിക്കണ്ട. അഷ്റഫുൽ ഖൽഖാണ്, അന്തിമ റസൂലാണ്. അതുകൊണ്ട് എന്റെ തടി നരകത്തിൽ നിന്ന് എന്റെ വാപ്പ കാത്തോളുമെന്ന് ഫാത്തിമ ബീവി കരുതണ്ട. അവർ സ്വർഗത്തിലെ യുവതികളുടെ നേതാവായത് അവരുടെ യോഗ്യത, അവർ തന്നെ അതിനുവേണ്ടി അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്തല്ല, വാപ്പ റസൂലായതുകൊണ്ടല്ല. വാപ്പ റസൂലായിട്ടുള്ള എത്രയോ ആളുകളുടെ മക്കൾ നരകത്തിലാണ്, ഭാര്യമാര് നരകത്തിലാണ്. നൂഹ് നബിയുടെ ചരിത്രം നമുക്കറിയാം, ലൂത്ത് നബിയുടെ ചരിത്രം നമുക്കറിയാം. മനസ്സിലായില്ലേ? അതേപോലെ പല നബിമാരുടെയും വാപ്പമാര് നരകത്തിലാണ്. മുഹമ്മദ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ചരിത്രത്തിൽ അങ്ങനെയാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം പറഞ്ഞിട്ടൊക്കെ രക്ഷപ്പെടുത്തുന്ന ആരും വിചാരിച്ചു പോകണ്ട. കാരണം എന്താ? വലാ അംലികുലകി ലറം വലാ നഫ്ആ. നിനക്ക് ഞാൻ ഗുണമോ ദോഷമോ ഉടമപ്പെടുത്തുന്നില്ല. ഷിയാക്കൾ സമൂഹത്തെ പ്രചരിപ്പിച്ചതും ഷിയാക്കളിൽ നിന്ന് ഏറ്റെടുത്ത് ബറേൽവികളിൽ നിന്ന് ഏറ്റെടുത്ത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും മുസ്ലിയാക്കന്മാരും ഒക്കെ നാട് നീളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? അള്ളാഹു മുഅ്ജിസത്തിന്റെ കഴിവ് കൊണ്ട് നമ്മുടെ ഏത് പ്രാർത്ഥനക്കും ഉത്തരം നൽകാൻ അമ്പിയാക്കൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. ഔലിയാക്കൾക്ക് കറാമത്തിന്റെ കഴിവുകൊണ്ട് നമ്മുടെ ഏത് കാര്യങ്ങൾ പരിഹരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പിഴച്ച വിശ്വാസമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഖുർആൻ കൊണ്ട് അങ്ങനെ തെളിയുമോ? ഇല്ല. അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നബി കുടുംബക്കാരുടെ മുഴുവൻ എല്ലാ അംലിക്കുലക്കും ലറം വലാ നഫ്ആ, ഗുണദോഷങ്ങൾ ചെയ്യാൻ കഴിയില്ല. പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ കുടുംബത്തിൽ തനിക്ക് ഏറ്റവും വലിയ സൗകര്യങ്ങൾ ചെയ്തുന്ന ഒരു വ്യക്തി എന്തായാലും സ്വർഗത്ത് പോകണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു.
അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടണം. പക്ഷെ അള്ളാഹു ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്തില്ല. അതാർക്കാ? അബൂ താലിബ്. എല്ലാവർക്കും അറിയാം, അലി റളിയല്ലാഹുവിന്റെ പിതാവ്, നബിയുടെ പിതൃവ്യൻ. അബൂ താലിബിന്റെ കാര്യത്തിൽ നബി ഇഷ്ടപ്പെട്ടു. ഖുർആനിലുണ്ട് സൂറത്തുൽ ഖസസിൽ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നീ നൽകുകയില്ല. കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് നബിക്ക് നൽകാൻ, ഇഷ്ടപ്പെട്ടത് നൽകാൻ പറ്റുമെങ്കിൽ നബി നൽകണമല്ലോ. അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് ഞാൻ അബൂ താലിബിന് ഹിദായത്ത് കൊടുക്കുമെന്ന് നബി തീരുമാനിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു കഴിവില്ലാത്തതുകൊണ്ട് നബിക്ക് അത് കഴിഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അബൂ താലിബിന് ഹിദായത്ത് കിട്ടിയിട്ടുമില്ല. ഷിയാക്കൾ അബൂ താലിബിന് ഹിദായത്ത് കിട്ടിയെന്ന് വിശ്വസിക്കുന്ന തമ്മാടികളാണ്. ഖുർആനും ഹദീസിനും എതിരെ സംസാരിക്കുന്നവരാണ്. അവര് സ്വഹാബത്തിനെ തള്ളിക്കളയുകയും കാഫറാക്കുകയും ചെയ്യുന്നവരാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു തന്റെ പൊന്നുമോളോട് ഇനി അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കാൻ കഴിയും എന്നാണ് പറയുന്നെങ്കിൽ അതിന് മുമ്പേ ഫാത്തിമ ബിബിയുടെ ഒരു കാര്യം പറഞ്ഞു, മോളെ പൈസ വേണമെങ്കിൽ നീ എന്നോട് ചോദിച്ചോ, സലീനി മിൻ മാലി, എന്റെ ധനം വേണമെങ്കിൽ നീ ചോദിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയുടെ കയ്യിലുള്ള പണം അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ലാതെ ഫാത്തിമാവിക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. കയ്യിലുള്ള പൈസ കൊടുക്കണമെങ്കിൽ അള്ളാഹ് കൊടുക്കണ്ടേ ആ നിയമത്ത്. അപ്പൊ എന്താണ്, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പണം കൊടുക്കുമെന്നും നരകമോചനം തരില്ല എന്ന് നബി എന്തിനാ വേർതിരിച്ചു പറഞ്ഞ്? രണ്ടും കൊടുത്ത കഴിവ് തന്നെയല്ലേ. കൊടുത്ത കഴിവ് കൊണ്ട് പണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് എന്തുകൊണ്ട് നരകമോചനം കൊടുത്തുകൂടാ? അപ്പൊ ചോദിക്കും, റബിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞൊരു സ്വഹാബി ഉണ്ടല്ലോ, അദ്ദേഹം നബിയോട് എനിക്ക് സ്വർഗം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം നബിയെ എനിക്ക് സ്വർഗം തരണമെന്നല്ല പറഞ്ഞത്, മറിച്ച് അൻതദുഓനി, എനിക്ക് സ്വർഗം കിട്ടാൻ, സ്വർഗത്തിൽ അങ്ങയുടെ സഹവാസം കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണം. അൻതസ്ഫാലി, എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. അതിന്റെ ചുരുക്കമാണ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ സഹവാസം ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിനെ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും ഒരുമിച്ച് വെച്ചുകൊണ്ടാണ്. ദീർഘമായ ഹദീസുകൾ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വന്നു, അതേപോലെ മറ്റു സുനനുകളിൽ വന്നു. എല്ലായിടത്തും വന്നിടത്ത് കൃത്യമായി പ്രതിപാദിക്കപ്പെട്ടത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം വന്ന് പറഞ്ഞു, നബിയെ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. അത്രേ ഉള്ളൂ. ദുആ ചെയ്യാൻ പറയാം. ജീവിച്ചിരിക്കുന്ന നബിയോട് ദുആ ചെയ്യാൻ പറയാം. എന്നാൽ മരണപ്പെട്ടു പോയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ വന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ, എന്തിന് സ്വഹാബികൾക്കിടയിൽ പോലും അഭിപ്രായ ഭിന്നതയുണ്ടായ ചില സാഹചര്യങ്ങൾ ഉണ്ടായി. സഫീനിന്റെ ഘട്ടത്തിൽ, ജബൽ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ റസൂലുള്ളാഹി വഫാത്തായോ ഇല്ലേ എന്ന് തർക്കമുണ്ടായി. സ്വഹാബികളിൽ പ്രമുഖരായ ചിലർ റസൂലുള്ളാഹി വഫാത്തായിട്ടില്ല, വഫാത്താവുകയില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഖുർആൻ ആയത്തോതി അബൂബക്കർ സിദ്ദീഖ് തിരുത്തി കൊടുത്തു. അവർ നബിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ മരിച്ചോ അല്ലേ എന്ന് ചോദിച്ചില്ല. മറിച്ച് അദ്ദേഹം മിമ്പറിൽ കയറി അബൂബക്കർ സിദ്ദീഖ് ഇന്നക മയ്യിതുൻ വ ഇന്നഹും ലമയ്യിതൂൻ, എന്താണ്, താങ്കൾ മരിക്കുന്നവരാണ്, മുൻ കഴിഞ്ഞു പോയ റസൂലുമാരൊക്കെ മരിക്കുന്നവരാണ്, മരിച്ചവരാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തു? പഠിപ്പിക്കുകയും ചെയ്തു. ഖുർആനിൽ ആയത്ത് കണ്ടപ്പോൾ ആ ആയത്ത് അപ്പോഴാണ് അവതരിച്ചത് എന്ന് തോന്നുമാറ് നേരത്തെ നബി മരിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചവരൊക്കെ അഭിപ്രായം മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ മറമാടണം? പല അഭിപ്രായങ്ങൾ വന്നു. അപ്പോഴും ആയ ഹദീസുകൾ വന്നു, എവിടെയാണോ അമ്പിയാക്കൾ മരണപ്പെട്ട് നേരത്തെ ഞാൻ കേൾപ്പിച്ച ഹദീസ് അവിടെ തന്നെ മറമാടണം. അങ്ങനെയാണ് ആയിഷ ബീവിയുടെ വീട്ടിൽ മറമാടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അടുത്ത ഖലീഫ ആരായിരിക്കണം? ഏതാനും ഒരു മണിക്കൂറിൽ താഴെ വരുന്ന സമയം അവർക്ക് ചർച്ച ചെയ്യേണ്ടി വന്നു. ഉടനെ തന്നെ അവര് അബൂബക്കർ സിദ്ദീഖ് ഖലീഫയാണെന്ന് പറയല്ല ചെയ്തത്. ചില ആളുകൾ പ്രചരിക്കുന്ന പോലെ 2-3 ദിവസം മയ്യത്ത് അവിടെ വെച്ചിട്ട് അടുത്ത ഖലീഫയെ തീരുമാനിക്കാൻ വേണ്ടി പിന്നെ ദിവസങ്ങൾ ചെലവഴിക്കുകയും ഉണ്ടായിട്ടില്ല. ഒരു മണിക്കൂറിൽ താഴെ വരുന്ന സമയം. എന്താണ് നടന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം എന്തൊക്കെയാണ് സ്വഹാബികൾക്കിടയിൽ നടന്ന ചർച്ചകൾ, ഓരോ വാചകങ്ങളും കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അടക്കമുണ്ട്. ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അൻസാറുകൾ വേണമെന്ന അഭിപ്രായമുണ്ടായിരുന്നു, സഅദുമാരുടെ കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, ഔസ് ഖസ്റജിൽ ആരായിരിക്കണമെന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അൽ അയിമ്മത്തു മിൻ ഖുറൈശ്, ഖുറൈശികളിൽ നിന്നാണ് ഇമാമുകൾ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞപ്പം അൻസാറുകളുടെ കാര്യത്തിൽ തീരുമാനമായി, ഖുറൈശികളിലേക്ക് മടങ്ങി. ഉടനെ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായും വ്യംഗ്യമായും അടുത്ത ഖലീഫയാകണമെന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യം വന്നു. അദ്ദേഹത്തെ ഇമാമത്ത് നിർത്തിയ കാര്യം, ഒരു സ്ത്രീ വന്നിട്ട് ഞാനിവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ആരെടുത്ത് പോകണം? നീ അബൂബക്കറിന്റെ അടുത്ത് പോകണം. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വെച്ച് അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്. അല്ലാണ്ട് ഖബറിന്റെ അടുത്തേക്ക് പോയി പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് കരുതി നബിയുടെ ഖബറിങ്കിലേക്ക് പോയില്ല. ആരാണ് ഖബറിങ്കിലേക്ക് പോയത് പ്രശ്നപരിഹാരങ്ങൾക്ക്? യഹൂദികളാണ്, ക്രൈസ്തവരാണ്.
യഹൂദിയായ ഇബ്നു സബ, ഇസ്ലാമിന്റെ കള്ളപ്പേരിൽ മുനാഫിഖിന്റെ പ്രസ്ഥാനമുണ്ടാക്കിയ ഷിയാത്ത്, ഇന്ന് ഇസ്ലാം ശരീഅത്ത് എന്നറിയപ്പെടുന്ന ഇറാനിലും അതേപോലെ തന്നെ ഇറാഖിലും ലോകത്തിന്റെ നാനാദിക്കുകളിലും ഇന്ത്യ രാജ്യത്തും പലയിടത്തുമെല്ലാം കടന്നുകൂടിയിരിക്കുന്ന ഷിയായികൾ, അവരാണ് ഖബർ കെട്ടിപ്പൊക്കുകയും ഖബറാളികളുടെ മുന്നിൽ ആവശ്യ പരിഹാരത്തിന് വേണ്ടി കടന്നു ചെല്ലുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ നബിയുടെ പ്രാർത്ഥന കേൾപ്പിച്ചല്ലോ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. നബിമാരുടെ ഖബറുകളിൽ സുജൂദ്, അതിനെ സുജൂദിന്റെ സ്ഥലമാക്കി മാറ്റിയ ആളുകളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ കോപം ശക്തമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ് ശപിച്ചിട്ടുണ്ട് എന്നാ. അപ്പം മരണപ്പെട്ടുപോയ മഹാന്മാരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ അത് കെട്ടിപ്പോക്കുന്നത്, അതേപോലെ അതിനെ സുജൂദിന്റെ സ്ഥലമാക്കുന്നത്, റബ്ബിന് മാത്രം നൽകേണ്ട ഇബാദത്തിന്റെ ഇനങ്ങൾ അവർക്ക് നൽകുന്നത് എത്രമാത്രം ഗുരുതരമായ കാര്യമാണ്. ഒന്ന്, അള്ളാഹുവിന്റെ കഠിനമായ കോപം അവരിൽ വന്നിട്ടുണ്ട്. രണ്ട്, അള്ളാഹു അവരെ ശപിച്ചിട്ടുണ്ട്. മൂന്ന്, അത് മുശ്രിക്കിന്റെ കഴിഞ്ഞുപോയ പൂർവികരുടെ മാതൃകയാണ്. അവരുടെ ചര്യ പിന്തുടരുന്ന ഏറ്റവും മോശമായ രീതിയാണ്. ഇങ്ങനെ ശാപവും വിരോധവും, ഇന്നി അൻഹാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വിലക്കുന്നു, അപ്പോൾ വിരോധിച്ചു. അതേപോലെ തന്നെ കോപമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായി നമ്മെ അതിൽ നിന്ന് അകറ്റി. കാരണം നേരത്തെ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ റസൂലായി നിയോഗിക്കാൻ കാരണമായത് അവർ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചത് കൊണ്ടല്ല, മറിച്ച് വദ്, സുവാ, യഗൂസ്, യഊഖ് തുടങ്ങിയ അതിനെ അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അവരെ അള്ളാഹുവിലേക്ക് അവർ ശഫാഅത്ത് ചെയ്യുമെന്ന് കരുതി ഇവരെ റബ്ബിന്റെ ശുഫാഅായി പരിഗണിച്ച് ഇവരോട് കാര്യം പറഞ്ഞാൽ അവരത് കേൾക്കും, എന്നിട്ട് റബ്ബിന്റെ അരികിലേക്ക് അവരെത്തിച്ചു പരിഹരിക്കുമെന്നാണ് അവർ കരുതിയത്. അങ്ങനെയാണ് അവർ വദ്ദിന്റെയും സുവായിന്റെയും അരികിലേക്ക് പോയത്. അങ്ങനെ യഗൂസിനെയും യഊഖിനെയും അവരോട് ഇസ്തിഗാസ ചെയ്തവർ, അവരോട് പ്രാർത്ഥിച്ചവർ യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ തന്നെയാണ്. ഖിയാമത്ത് നാൾ വരെ മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ വിഗ്രഹാരാധകരുടെ അതേ അവസ്ഥയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ അത് സൂചിപ്പിച്ചിട്ടും ഉണ്ട്. ഇനി മക്ക രാജ്യത്ത് അറബികളിൽ എങ്ങനെ വിഗ്രഹാരാധന വന്നു അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അറബികൾക്കിടയിൽ വിഗ്രഹാരാധന ഉണ്ടാവാൻ സാധ്യതയല്ലോ. കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണല്ലോ, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയാണല്ലോ. ഇബ്രാഹിം നബി വിഗ്രഹ പഞ്ചകനാണെന്ന് അറിയാത്ത ആരാ ഉള്ളത്? തൗഹീദിന് വേണ്ടി ഇത്രമാത്രം മാതൃകായോഗ്യനായ മറ്റൊരു റസൂൽ ഉണ്ടോ? അദ്ദേഹത്തിന്റെ മക്കളിലാണ് പിൽക്കാലത്തെ എല്ലാ റസൂലുമാരും വന്നത്, എല്ലാ നബിമാരും വന്നത്. അവരൊക്കെ തൗഹീദിന് വേണ്ടിയാണ് നിലകൊണ്ടത്. ലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ ഉമ്മത്തിലും റസൂലിനെ നിയോഗിച്ചു. അനിഅബ്ദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, താഗൂത്തിനെ ഒഴിവാക്കണം. താഗൂത്തിനെ ഒഴിവാക്കണം, വിഗ്രഹങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ പോരാ, ജാറങ്ങൾ കൂടി ഒഴിവാക്കണം. അപ്പോഴേ താഗൂത്തിനെ ഒഴിവാക്കാനാവും. റബ്ബിന് കൊടുക്കുന്നത് എവിടെയൊക്കെ കൊടുക്കുന്നുണ്ടോ അതൊക്കെ താഗൂത്താണ്. റബ്ബിന് നൽകുന്ന ഇബാദത്തിന് നിങ്ങൾ പ്രാർത്ഥനയാണെങ്കിലും അഭൗതികമായ ഭയമാണെങ്കിലും അഭൗതികമായ സ്നേഹമാണെങ്കിലും അഭൗതികമായ പ്രതീക്ഷയാണെങ്കിലും റബ്ബിന് മാത്രം കൊടുക്കേണ്ട കാര്യം, ഒരാൾ മക്ബറയിൽ മറമാടപ്പെട്ട ഒരു ബീവിക്ക്, ഒരു ശൈഖിന് ആണ് മുനമ്പത്തടിഞ്ഞ ബീവിക്ക്, അല്ലെങ്കിൽ ഭീമാപ്പള്ളി ഉമ്മാക്ക്, അല്ലെങ്കിൽ ഓച്ചിറ ഉപ്പാപ്പ ഉപ്പസ്വാമിക്ക്, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെയാണ് നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് താഗൂത്താണ്. താഗൂത്തിനെ ആരാധിക്കുന്നതിന് തുല്യമായ ഒരു സംഗതിയാണ്. അത് ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ തൗഹീദ് ശരിയാകും. റബ്ബിനെ ആരാധിക്കണം എന്നത് മാത്രമല്ല, റബ്ബിനെ മാത്രമേ ആരാധിക്കൂ. റബ്ബല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനെയും വർജിക്കണം. അനിഅബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. ഇത് എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചു. ഇങ്ങനെ എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ച ആദർശത്തിന്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണല്ലോ മക്കയിലെ അറബികൾ. അവരെങ്ങനെ വിഗ്രഹാരാധന നടത്തും? അവിടെ വിഗ്രഹാരാധന ഉണ്ടായിരുന്നില്ല. അവിടെ എങ്ങനെ വിഗ്രഹാരാധന ഉണ്ടായി എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അവിടെ പരദേശിയായ ഹുസാ ഗോത്രക്കാരനായ അംർ ഇബ്നു ലുഹൈ അയാൾ കടന്നു വന്നു. ഒരു പൂജാരിയാണ്, മറുനാട്ടുകാരനാണ്, പരദേശിയാണ്. അയാൾ ഒരിക്കൽ മക്ക രാജ്യത്ത് വന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി. എല്ലാവർക്കും വിഷമുള്ള ഒരു സംഭവം. ആ നാട്ടിലെ ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടു. പേര് ലാത്ത്. എന്താണ് പേര്? ലാത്ത് എന്ന് പേര്. ആദ്യത്തെ ലാത്ത് എന്ന് വിളിപ്പേരാണ്, ലഖബാണ്. എന്തുകൊണ്ട് ആ പേര് കിട്ടിയത്? പായസം വീഴ്ത്തുന്നവൻ അതിന്റെ അർത്ഥം. ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾക്ക് അറബികൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ചും അതിന് ചുമതലപ്പെടുത്തപ്പെട്ട ഗോത്രങ്ങളും അവരുമായി ബന്ധപ്പെട്ടവരും ധാരാളം സൗജന്യമായി ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും. ഇദ്ദേഹം ഒരു പായസമാണ് ഉണ്ടാക്കി കൊടുത്തത്. അദ്ദേഹത്തിന്റെ പായസം കുടിക്കുന്നവർക്കൊക്കെ പ്രത്യേകം പോഷണമുണ്ടായതായി രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കറാമത്തുള്ള ഒരാളാണെന്ന് കരുതണം. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അല്ലാഹു അഅലം. ഏതായിരുന്നാലും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അറബികൾക്കിടയിൽ വിഗ്രഹാരാധനയില്ല. അവിടെ ഖബർ ആരാധനയുമില്ല, വിഗ്രഹാരാധനയുമില്ല. എന്നാൽ ഈ ലാത്ത് മരണപ്പെട്ടു. ലാത്ത് മരിച്ചു. അദ്ദേഹത്തെ മറമാടി
മറമാടിയപ്പോൾ നേരത്തെ ഈ പിഴച്ച വിശ്വാസത്തിന്റെ ഉടമസ്ഥനായ അംർ അവിടെ എത്തിയിട്ടുണ്ട്. അയാൾ ലാത്തിന്റെ ഖബറിങ്കൽ വന്നിരുന്നു. പല നാട്ടുകാരും അവിടെയുണ്ട്. നേരത്തെ ഞാൻ ബദ്ദിന്റെയും സുവായിന്റെയും വിഷയത്തിൽ പറഞ്ഞ പോലെ ദുർബല മനസ്കർ, ദുർബല വിശ്വാസികൾ അത്തരം ചില ആളുകളെ ആകർഷിക്കുകയും അവിടെ കൊണ്ടുവന്ന് അദ്ദേഹം വലിയ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്ത്? ഇന്നഹു ലം യമുത്, ലാത്ത മരിച്ചിട്ടില്ല, മരണപ്പെട്ടവരും ജീവിച്ചവരും സമമാണ് എന്നുള്ള തത്വം കൊണ്ടുവന്നത് കടുത്ത മുശ്രിക്കും നരകത്തിന്റെ അടിത്തട്ടിൽ റബ്ബിന്റെ കഠിന ശിക്ഷയ്ക്ക് വിധേയമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരിട്ട് കണ്ട്, മിഅ്റാജിന്റെ രാവിലെ ഈ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കഠിനമായ ശിക്ഷയിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന നബി താക്കീത് ചെയ്തിട്ടുള്ള തമ്മാടിയായ പൂജാരി അംർ ഇബ്നു ലുഹയ്യ്, അയാളാണ് ഈ പരിപാടി തുടങ്ങിയത്. ഇന്നഹു ലം യമുത്, ലാത്ത മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ടുകളാണ് ഫഅഖഫ ഇൻദ ഖബരിഹി, ലാത്തയുടെ ഖബറിൽ ഭജനമിരുന്നു. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മഹാനാണെങ്കിൽ ആ മഹാന്റെ ഖബറിങ്കൽ നടക്കുന്ന ഏറ്റവും വലിയ തോന്നിവാസം. നേരെ മറിച്ച് മറ്റു പലതും എന്താണ്, ഇപ്പൊ ഒരു ജാറുണ്ടാക്കി വെച്ച് അവിടെ ഒരു നേർച്ചപ്പെട്ടി വെച്ച് പൈസ വെച്ച് നമ്മളെ പൈസ മാത്രമേ പോകുള്ളൂ എന്ന് വിചാരിക്കുക. ഇത് പണം മാത്രമല്ല പുരോഹിതന്മാർ കൊള്ളയടിക്കുന്നത്, നമ്മുടെ ഈമാൻ കൂടി കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് തുടക്കം കുറിച്ചത് പച്ച മുശ്രിക്കായിട്ടുള്ള അംറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അല്ലാതെ ആദ്യം തന്നെ ലാത്ത എന്ന് പറയുന്ന ഒരു ദൈവത്തെ അങ്ങനെ ആകാശത്തുനിന്ന് ഒരു കഥയിലൂടെയോ മറ്റോ ഇറക്കിക്കൊണ്ടുവന്ന് സമൂഹത്തിൽ പ്രതിഷ്ഠിച്ചാൽ അവരെ മുന്നിൽ ജീവിച്ചൊരു മഹാനായ മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യനാണ്. ശിർക്കില്ലാത്ത ജനതയിൽ അയാൾ മരണപ്പെട്ടപ്പോൾ മരണപ്പെട്ടിട്ടില്ല എന്ന ഒരാഖ്യാനം പറയുകയും റബ്ബിനോട് പറയേണ്ട കാര്യങ്ങൾ അത് പറയാനുള്ള അർഹതയൊന്നും നമുക്കില്ല. നമ്മൾ ലാത്തിനോട് പറയുക, ലാത്ത് അത് റബ്ബിനോട് പറഞ്ഞ് നേടിത്തരും. ശുപാർശകർ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ജാറങ്ങൾ കെട്ടിപ്പൊക്കി അതിന്റെ യഥാർത്ഥ ലക്ഷ്യം വരുമാനമാണ് എങ്കിൽ പോലും അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ പറയുന്ന ന്യായം, ഇതിൽ മറമാടപ്പെട്ട മഹാന്മാർ, ബീവിമാർ, സിദ്ധന്മാർ, ഷെയ്ഖുമാർ ഇവരൊക്കെ എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി റബ്ബിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യും എന്നാണല്ലോ. മക്കയിലെ മുശ്രിക്കുകളും വിഗ്രഹങ്ങളെ കുറിച്ച് മറ്റൊന്നും വിശ്വസിച്ചിട്ടില്ല. അവർ പറഞ്ഞ ന്യായം എന്താ? വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, ഞങ്ങൾ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നേർച്ചകൾ നേരുന്ന, സത്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എത്തിച്ചെല്ലുന്ന ഈ വിഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇലാഹുകളാണ്, സ്വതന്ത്ര ഇലാഹുകളാണെന്നല്ല ഞങ്ങളെ വിശ്വാസം. മറിച്ച് അവർ റബ്ബിങ്കൽ വലിയ സ്ഥാനമുള്ളവരാണ്. ഇവരോട് ഞങ്ങൾ ദുആ ചെയ്യുമ്പോൾ, അവർക്ക് ഞങ്ങൾ ഇബാദത്തിന്റെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ, അവരെ ഞങ്ങൾ ഭയപ്പെടുമ്പോൾ, അവരെ ഞങ്ങൾ പ്രതീക്ഷ വെക്കുമ്പോൾ അവർ റബ്ബിനോട് പറഞ്ഞ് ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരും. എന്താണ് നമ്മുടെ ദർഗ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കിടയിൽ മറ്റൊരു വിശ്വാസം? ഇത് തന്നെയുള്ളൂ. കയറിപ്പോയാൽ ഞങ്ങൾ ദൈവങ്ങളെന്ന് വിളിക്കുന്നില്ല എന്ന് പറയാം. അതിന് ദൈവങ്ങളെന്ന് തന്നെ വിളിക്കണമെന്നില്ല, ആലിഹത്ത് തന്നെ വിളിക്കണമെന്നില്ല. ഈ ആരാധിക്കുന്നവരെ ഖുർആൻ ശുഫാ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷുറക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആലിഹത്തെന്നും പറഞ്ഞിട്ടുണ്ട്. ആലിഹത്ത് എന്ന് വിളിച്ചാൽ മാത്രമേ ദൈവങ്ങളാകുന്നില്ല. ശുഫാ ആണെങ്കിൽ എന്താണ്, ഇവർ ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിൽ റബ്ബിനോട് മാത്രം നടത്തേണ്ട ഇസ്തിഗാസ പ്രാർത്ഥന ഇവരോട് നടത്തിയാലും എന്താകും? അത് കൃത്യമാണ്. ഇത് തുടങ്ങി വെച്ചത് അംർ ഇബ്നു ലുഹയ്യ് എന്ന തമ്മാടിയാണ്. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. അന്തിമ നാൾ വരെ ഉത്തരം നൽകാത്ത നബി പറഞ്ഞല്ലോ, എനിക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നബിയാണല്ലോ ഒന്നാമത്തെ ആൾ, അന്തിമ നാൾ വരെ ഉത്തരം നൽകാത്തവർ. അപ്പൊ എല്ലാവരും ഉണ്ട്. അവരെ വിളിച്ചു തേടുന്നവരെക്കാൾ ഏറ്റവും വഴിപിഴച്ചവൻ ആരാണ്? മാത്രമല്ല, നിങ്ങളെ ദുആ, നിങ്ങളെ ലോകത്താരെ വിളിച്ചാലും, നബിയെ വിളിച്ചാലും വലിയനെ വിളിച്ചാലും ഒക്കെ തന്നെ നിങ്ങളുടെ ദുആയെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. കാരണം ഖബറിലേക്ക് എത്തൂലല്ലോ. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ നിങ്ങളുടെ ദുആയിൽ നിന്ന് അശ്രദ്ധരാണ് എന്ന് കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ചതുമാണ്. അള്ളാഹുവെ കൂടാതെ ജൽപ്പിക്കുന്നവരെ മുഴുവൻ നിങ്ങൾ വിളിച്ചോളൂ. ഫലാ യംലികൂന കശ്ഫല്ലുരി അൻകും വലാ തഹബീല, ദുരിതം നീക്കാനോ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനോ അവർക്ക് കഴിയുകയില്ല. ചില ആളുകൾ പറയും മുഴുസത്തിന്റെ കഴിവുകൊണ്ട് അമ്പിയാക്കൾക്ക് കഴിയും, കറാമത്തിന്റെ കഴിവുകൊണ്ട് ഔലിയാക്കൾക്ക് കഴിയും. എന്നാൽ അമ്പിയാക്കളെ കുറിച്ചും ഔലിയാക്കളെ കുറിച്ചും മാത്രമുള്ള ഒരായത്താണ് ഇത്, വിഗ്രഹങ്ങളെ കുറിച്ചല്ല. ലൈസൽ മുറാദു അൽ അസ്നാം, ഈ ആയത്ത് വിഗ്രഹങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് അതിന്റെ അടുത്ത ആയത്ത് തെളിവായി എടുത്തു വെച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുള്ളയെ പോലുള്ള മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ കാര്യം? അതിന്റെ അടുത്ത ആയത്ത് പറഞ്ഞ് നിങ്ങൾ ആരെയാ വിളിക്കുന്നത് അറിയാമോ? നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, നിങ്ങൾ ആരോടാണോ ഇസ്തിഗാസ ചെയ്യുന്നത്, ആരോടാണോ ദുആ ചെയ്യുന്നത്, അവർ ഉലൈകല്ലദീന യദ്ഊൻ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ റബ്ബിലേക്ക് മാർഗം തേടിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നവരും ഇബാദത്ത് ചെയ്യുന്നവരുമാണ്. അപ്പൊ അവര് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബിന് വേണ്ടി നിസ്കരിക്കുന്ന, വിഗ്രഹങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇത് വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചല്ല. നേരെ മറിച്ച് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് ആരാ, റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നത് ആരാ,
അത് അമ്പിയാക്കളും ഔലിയാക്കളുമാണ്, അല്ലെങ്കിൽ മലക്കുകളാണ്. അപ്പൊ മലക്കുകളെയും നബിമാരെയും അമ്പിയായിനെയും ജിന്നുകളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരോട് ഇസ്തിഗാസ ചെയ്യുന്നവരോട് ഖുർആൻ പറഞ്ഞു, ഫലാ യംലികൂന കശ്ഫല്ലുരി അൻകും വലാ തഹ്വീല, നിങ്ങളുടെ ദുരിതം നീക്കാനോ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനോ ഉള്ള മിൽക്കിയത്ത് കഴിവ് അവർക്കില്ല. പിന്നെ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന് കരുതി അവരുടെ അരികിലേക്ക് പോകുന്നതിന് അർത്ഥം എന്താ? മുസ്ലിം മറ്റുള്ളവരിൽ നിന്ന് വേർപിരിയുന്നത് തന്നെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ എന്നുള്ളത് കൊണ്ടാണ്. ഖുൽ, പറയുക നബിയെ, ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമാണ് ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അവരിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. നിങ്ങൾക്കറിയാമോ, മരണപ്പെട്ടുപോയ മഹാന്മാരുടെ, ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ ഖബറിൽ നടക്കുന്ന ഏറ്റവും വലിയ തോന്നിവാസം അവരോടുള്ള ഇസ്തിഗാസയാണ്. അത് ശിർക്കാണ്. ലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബരിക്, താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ള എല്ലാ നബിമാർക്കും വഹി നൽകപ്പെട്ട ഒരു വിശേഷമുണ്ട്. എന്താണ്? ലൈന ശറക്ത ലഹബത്തന അമലു, നീയാണ് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ ശിർക്ക് വെക്കുന്നതെങ്കിൽ, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ലഹബത്തന അമലു, നിന്റെ കർമ്മം പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ അഥവാ നരകക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ബലില്ലാഹ ഫഅബ്ദു വകും മിനശ് ശാകിരീൻ, അല്ലാഹുവെ മാത്രം ആരാധിക്കണം, നീ നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം. എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞാരാ നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത്, നമുക്ക് നമ്മുടെ നാടിമിടിപ്പുകൾ അതിന്റെ ചലനങ്ങൾ നിലനിർത്തുന്നത്, നമുക്ക് പ്രാണവായു നൽകിയത്, സർവോപരി നമുക്ക് ഹിദായത്തിന് നൽകിയത്, നമുക്ക് മഴയും ഭക്ഷണവും നൽകിയത്, കാണാനുള്ള കണ്ണുകളും പിന്നെ കേൾക്കാനുള്ള കാതുകളും പിടിക്കാനുള്ള കൈകളും നടക്കാനുള്ള കാലുകളും ചിന്തിക്കാനുള്ള ഹൃദയങ്ങളും എല്ലാം നൽകിയത് അള്ളാഹുവാണ്. സൂക്ഷ്മമായി അറിയുന്നവൻ അവൻ മാത്രമാണ്. ചെറുതും വലുതുമായ എല്ലാ നിഅമത്തുകളും റബ്ബിൽ നിന്ന് മാത്രമുള്ളതാണ്. അവന് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അവനോട് മാത്രം പ്രാർത്ഥിക്കുക, ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അവന് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. വഖാല റബ്ബുകും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അല്ലാതെ എന്റെ ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്യണം എന്നല്ല. മനസ്സിലായി? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നോടുള്ള ഇബാദത്തിൽ അഥവാ പ്രാർത്ഥനയിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ, അഥവാ സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാൽ, മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മുഹമ്മദ് നബിയെ പാപം പൊറുക്കണേ എന്നിങ്ങനെ ആരെങ്കിലും മനമ്പത്തടിഞ്ഞ ബീവിയോട്, ഭീമാപ്പള്ളി ഉമ്മയോട്, കുപ്പസ്വാമി ഉപ്പയോട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട്, വിഗ്രഹങ്ങളോടാകട്ടെ, ഗുരുവായൂരപ്പനോടാണെങ്കിലും ശരി, മടവൂരപ്പനോടാണെങ്കിലും ശരി, ഏതൊരു സൃഷ്ടിയോട് പ്രാർത്ഥിച്ചാലും സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദരായി അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന താക്കീത് ഖുർആനിന്റെ 40-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനിലെ 60-ാമത്തെ ആയത്തിൽ കാണും. അതുകൊണ്ട് നാം സൂക്ഷിക്കുക, നമ്മുടെ ദുആ സ്വഹാബികളുടെ മാർഗത്തിൽ കണ്ടതുപോലെ, താബിഈങ്ങളുടെ മാർഗത്തിൽ കണ്ടതുപോലെ, ഖുർആനിലും സുന്നത്തിലും കണ്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഇസ്തിഗാസകൾ, നമ്മുടെ നേർച്ചകൾ അതെല്ലാം റബ്ബിനോട് മാത്രമായിരിക്കുക. റബ്ബിന്റെ പേരിൽ മാത്രം നമ്മൾ സത്യം ചെയ്യുക. അതേപ്രകാരം റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകൾ, നിബന്ധനകൾ വ്യക്തമായി പഠിക്കുക, പാലിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തത്വം ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, അത് മരണം വരെ നിലനിർത്തണം. ലാ ഇലാഹ ഇല്ലല്ലാ മനസ്സിൽ സത്യപ്പെടുത്തി, സ്ഥിരപ്പെടുത്തി, യഖീനായി മനസ്സിലാക്കി, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് നിലനിർത്തി ആ വാക്യം ഉരുവിട്ട് മരണമടയുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുസറിഫൽ ഖുലൂബ് صرف قلوبنا على إطاعتك وآخر دعوانا أن الحمد لله رب العالمين وصلى